വാൻഹായ് കപ്പൽ അപകടത്തിൽ VDRൽ നിന്ന് നിർണായക വിവരം ലഭിച്ചു. ഡെക്കിൽ പടർന്ന തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറി ഉണ്ടായി എന്നാണ് സന്ദേശം. കപ്പലിന്റെ VDRൽ നിന്നാണ് വിവരം ശേഖരിച്ചിട്ടുള്ളത്. ചൈനീസ് ഭാഷയിലുള്ള ജീവനക്കാരുടെ സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്യാൻ ശ്രമം ആരംഭിച്ചു. തീപിടുത്തമുണ്ടായ വാൻഹായ് കപ്പലിലെ 280 കണ്ടെയ്നറുകളിൽ എന്തെന്ന് വെളിപ്പെടുത്തുന്നില്ല. കണ്ടെയ്നറുകളിൽ അമോണിയം നൈട്രേറ്റ് ആണോ എന്ന് സംശയമുണ്ട്. പൊട്ടിത്തെറി ഭയന്ന് അഭയം നിഷേധിച്ച ശ്രീലങ്ക. നിഷ ദിലീപ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഷ, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ദേവിക, ജൂൺ 9 അറബിക്കടലിൽ വെച്ച് പൊട്ടിത്തെറിയുണ്ടായ വാൻഹായ് 503 VDR വോയിസ് ഡേറ്റ റെക്കോർഡർ 2 ദിവസം മുമ്പാണ് വീണ്ടെടുത്ത് കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ VDRൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് ഇപ്പോൾ സൂചനകൾ വന്നിരിക്കുന്നത്. എന്തായാലും കപ്പലിന്റെ ഡെക്കിൽ തീ പടർന്നതിനെ തുടർന്ന് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് VDRൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. മാത്രമല്ല, ചൈനീസ് ഭാഷയിലുള്ള ഈ ജീവനക്കാരുടെ സംഭാഷണങ്ങൾ തർജ്ജമ ചെയ്യാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തീപിടുത്തമുണ്ടായ വാൻഹായ് കപ്പലിലെ 280 കണ്ടെയ്നറുകളിൽ അമോണിയം നൈട്രേറ്റ് ആണോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഈ കപ്പലിൽ ആകെ ഉണ്ടായിരുന്ന 1754 കണ്ടെയ്നറുകളിൽ 157 എണ്ണത്തിൽ ഹാനികരമായ പദാർത്ഥങ്ങളുണ്ട് എന്ന് കപ്പൽ കമ്പനി ആദ്യം പറഞ്ഞിരുന്നു. ബാക്കിയുള്ള കണ്ടെയ്നറുകളിൽ എന്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങളില്ല. ഇതിൽ നിന്നാണ് ഈ ബാക്കിയുള്ള കണ്ടെയ്നറുകളിൽ ഏതാനും കണ്ടെയ്നറുകളിൽ വിഷപദാർത്ഥങ്ങൾ അടക്കമുണ്ട് എന്ന ഒരു സംശയം ഉയർന്നിരുന്നത്. ഇപ്പോൾ ഈ 280 കണ്ടെയ്നറുകളിൽ അമോണിയം നൈട്രേറ്റ് ആണോ എന്നുള്ള സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഈ കപ്പലിനെ കൂടുതൽ ദൂരേക്ക് വലിച്ചു മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. ഏതാണ്ട് 77 നോട്ടിക്കൽ മൈൽ, കേരള തീരത്തു നിന്നും 77 നോട്ടിക്കൽ മൈൽ അകലേക്ക് കപ്പലിനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് ഈ കപ്പലിന്റെ വോയിസ് ഡേറ്റ റെക്കോർഡർ അടക്കം വീണ്ടെടുത്ത ശേഷം കൃത്യമായ എന്താണ് ഈ ഒരു പൊട്ടിത്തെറിക്ക് കാരണമെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഈ കപ്പലിനെ ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. എന്നാൽ ഈ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഭയന്ന് ആദ്യം അനുമതി നൽകിയെങ്കിലും പിന്നീട് ശ്രീലങ്ക ഇതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഹമ്പൻടോട്ട തുറമുഖത്തേക്ക് കപ്പലിനെ കെട്ടിവലിച്ച് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായി കൂടുതൽ അകലേക്ക് കപ്പൽ നീക്കിയിരുന്നു. എന്തായാലും ഈ കപ്പലിൽ ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. പുക അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ ആദ്യം വിജയിച്ചിരുന്നു. പിന്നീട് വീണ്ടും കപ്പലിലെ ചില കണ്ടെയ്നറുകളിൽ പുകയുയർന്നു. പിന്നീട് അതിശക്തമായ കാറ്റും പ്രതികൂല കാലാവസ്ഥയും ഒക്കെ കാരണം പിന്നീട് ഈ കപ്പലിൽ തീ പല ഇടങ്ങളിലും പടർന്നിരുന്നു. പിന്നീട് ഇന്നലെ കപ്പലിലെ തീ പൂർണ്ണമായും അണച്ചു. അതിൽ കയറിയ എഞ്ചിൻ റൂമിലടക്കം കയറിയ വെള്ളം മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഹമ്പൻടോട്ട തുറമുഖത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളിൽ ശ്രീലങ്ക തന്നെ അത് തടഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള പദാർത്ഥങ്ങളുണ്ട് എന്ന സംശയത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു നീക്കം ശ്രീലങ്ക ഇപ്പോൾ തടഞ്ഞിട്ടുള്ളത്. ദേവിക. ശരി നിഷ.